ഹലോ, സോണിയുടെ ഒരു ഹെഡ്ഫോൺ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഇടയ്ക്ക് വാങ്ങിയായിരുന്നു. അപ്പം ഏകദേശം 14,990 രൂപയുടെ പ്രോഡക്റ്റാണിത്. അത് അവന് 7,990 രൂപ അതിന് 8,990 രൂപയ്ക്ക് എങ്ങാണ്ട് അവൻ മേടിച്ചു. ആ ഒരു ആമസോണിൽ നിന്നാണ് ആ ഒരു ഗെയ്ത്തിൻ ഫെസ്റ്റിൻ്റെ സമയത്ത്. അപ്പോൾ ഇത്ര രൂപ കൊടുത്ത് ആ ഒരു ഹെഡ്ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് നോക്കാനായിട്ട് ഞാൻ അതൊന്ന് മേടിച്ച് റിവ്യൂ ചെയ്ത് നോക്കി. ഒരു 3-4 ദിവസം എൻ്റെ ഉണ്ടായിരുന്നു. അത് ഫുൾ പ്രോപ്പർ റിവ്യൂ, ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു വീഡിയോ. ഓക്കെ, ആ ഒരു മോഡൽ WHCH720N. ഓക്കെ, പറയാതിരിക്കാൻ വയ്യ. ഇവരുടെ ആ ഒരു ബേസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സോണിയുടെ ഹോം തിയേറ്ററിൽ എന്താണ് നിങ്ങൾ കേൾക്കുന്നത് ആ ഒരു സെയിം എക്സ്പീരിയൻസ് ഈ ഒരു ഓവർ ഹെഡിൽ അവർ മിമിക് ചെയ്യുക, അല്ലെങ്കിൽ അവരിത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബേസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു വോക്കൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു സറൗണ്ട് സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു 360 എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ടോപ്പ് നോച്ചാണ് ആ ഒരു പ്രൈസിന് ഈ ഒരു മോഡൽ. അപ്പോൾ ഞാൻ ശരിക്കും കിളിപ്പോയി. ഓക്കെ, എൻ്റെ കിളി പോയെന്ന് പറയാം. കാരണം ഇത്രയും രൂപ ഉണ്ട്, ശരിയാണ്. അപ്പോൾ ഈ ഒരു രൂപയ്ക്ക് ഇത്ര എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ഇവരുടെ 24,000 അതുപോലെ തന്നെ ഇതിലും റേറ്റ് കൂടിയ ആ ഒരു ഓവർ ഹെഡിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരിക്കും? അപ്പോൾ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ണും പൂട്ടി വാങ്ങണം എന്നാണോ പറയുന്നത് ചോദിച്ചാൽ അല്ല, ഇതിനും പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു ഓഡിയോ എക്സ്പീരിയൻസ് ആണ് നോക്കാൻ പോകുന്നത്. അത് നല്ലൊരു ബേസ് ഉണ്ടായിരിക്കണം, എല്ലാം ക്ലിയറായിട്ട് ക്രിസ്റ്റലായിട്ട് കേൾക്കണം, അതുപോലെ തന്നെ പഞ്ചി ആയിരിക്കണം, പിന്നെ 360 ഓഡിയോ ഒക്കെ നല്ല രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ല ആ ഒരു എഫക്റ്റ്. ഇപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റിൽ നിങ്ങൾക്ക് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി ഈ സാധനം എടുക്കാം. ബാറ്ററി ലൈഫിന് അടിപൊളിയാണ്. അതുപോലെ തന്നെ കണക്ടിവിറ്റി ഇഷ്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും വിഷയമാണ്, നല്ലതാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം മെയിനായിട്ടും വിഷയം വരുന്നത് ഇവിടുത്തെ നോയിസ് ക്യാൻസലേഷനും അതുപോലെ തന്നെ ആംബിയൻറ്റ് മോഡുമാണ്. അത് അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു സോണിയുടെ മിക്ക എല്ലാ പ്രോഡക്ട്സിൻ്റെയും ആ ഒരു നോയിസ് ക്യാൻസലേഷൻ അത്ര വെടിപ്പല്ല എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പം ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് മുതൽ ഹൈ-എൻഡ് ആയിട്ടുള്ള രീതിയിൽ വരെയുള്ള സംഭവം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഓവർവ്യൂ നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സൗണ്ട് എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏകദേശം ഇപ്പം 10,000 രൂപയ്ക്ക് താഴെ അത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. വില ഇപ്പോഴും മാറി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ ആദ്യം സംസാരിക്കാം. ബിൽഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും റിജിഡ് ആയിട്ടുള്ള ഭാഗം ഇതിൻ്റെ ആ ഒരു ഹെഡ് ബാൻഡാണ്. ഹെഡ് ബാൻഡിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അവിടെ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുഷനിങ്ങും അത്യാവശ്യമുണ്ട്. പക്ഷേ ആ ഒരു കുഷനിങ് ഹാർഡാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ബിൽഡ് തന്നെയാണിത്. പിന്നെ ആ ഒരു സൈഡിലേക്ക് വരുമ്പോൾ സ്പീക്കർ സെറ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അതും പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ് വരുന്നത്. ആ ഒരു പ്ലാസ്റ്റിക് ബിൽഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ടൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ആ ഒരു ഓൺ ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ. അവിടെ നമുക്ക് ഓക്സ് കണക്ട് ചെയ്യാൻ 3.5 mm ജാക്ക് കണക്ട് ചെയ്യാനും USB-C ചാർജിങ്ങും അവിടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡിവൈസ് നമുക്ക് ബാറ്ററി ഇല്ലാതെ യൂസ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ഓക്സിലേക്ക് ഈ ബോക്സിൽ വരുന്ന ഈ ഒരു കേബിൾ 3.5 mm ഓഡിയോ കേബിൾ വരുന്നുണ്ട്. അപ്പം ഈ കേബിൾ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി യൂസ് ചെയ്യേണ്ടി വരില്ല. പ്ലഗ് ആൻഡ് പ്ലേ എന്ന രീതിയിൽ നമുക്ക് സാധാരണ വയേർഡ് ഓവർ ഹെഡ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു 3 mm കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഇതൊരു മാനുവൽ മോഡിൽ ഓൺ ആയിട്ടാണ് ഓപ്പറേറ്റ് ആവുന്നത്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ആ ഒരു പ്ലസ് മൈനസ് പോസ് അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷനും ആംബിയൻറ്റ് മോഡും വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ബട്ടൺ കസ്റ്റമൈസ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ ആ ഒരു കുഷൻസൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പ്രശ്നങ്ങളുടെ സമയത്ത് പറയാം. ഓക്കെ, ഇപ്പോൾ ബോക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ബോക്സിങ് വരാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ ചാർജിങ് കേബിളും അതുപോലെ തന്നെ ഓക്സ് കേബിളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ്, പിന്നെ ഈ ഒരു ഹെഡ്ഫോണിന് വേണ്ടി മറ്റേ കേസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്ര രൂപ കൊടുത്ത് വാങ്ങുന്ന ആ ഒരു ഹെഡ്ഫോൺ ഒരു കേസ് ഇല്ലാതെ പോയത് കുറച്ച് വിഷയമാണ്. അല്ലെങ്കിൽ ഒരു പൗച്ചോ അല്ലെങ്കിൽ ഒരു ക്യാരി ബാഗോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായനെ. പിന്നെ ഈ ഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഫിറ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു അഡ്ജസ്റ്റർ അവിടെ വരുന്നുണ്ട്. നമുക്ക് സ്ലൈഡ് ചെയ്ത് നീളം കൂട്ടാം കുറയ്ക്കാം. ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു വെക്കുന്നതിൻ്റെ എസ്തെറ്റിക്കും കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എസ്തെറ്റിക്കാണ്, ലുക്കൊക്കെ തന്നെയാണ്. കംഫർട്ടാണ് മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ അത്യാവശ്യം കംഫർട്ടാണ്. അതായത് നമ്മുടെ ചെവി ഫുൾ ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു സീലിംഗ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ റിജിഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാലോ അത് താഴെ വീഴില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യാവുന്നുണ്ട്. ഇനിയിപ്പോൾ പെയറിങ്ങും അതുപോലെ തന്നെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ച് ചടങ്ങാണ്. ഓക്കെ, കാരണം ഇത് സാധാരണ പോലെ നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് മോഡിലിട്ടിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പെയർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവരുടെ ഈ ഒരു സോണിയുടെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു ഓവറായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ആപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ആ ഒരു ബോക്സ് തുറക്കുമ്പോൾ കാണാൻ പറ്റും. സൗണ്ട് കണക്ട് എന്നാണ് ആ ഒരു ആപ്പിൻ്റെ പേര്. ഓക്കെ,
അപ്പം അത് കണക്ട് ചെയ്യാനായിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. അത് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, അതനുസരിച്ച് സെറ്റപ്പ് ചെയ്യാം. പക്ഷേ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പ് നല്ല രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ മാർക്കറ്റിങ്ങിലായിക്കോട്ടെ, അതുപോലെ തന്നെ അവരുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസിന് വേണ്ടിയുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് അങ്ങനെ ഒരു അനോയിങ് ആയിട്ട് പ്രൈവസി റിലേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ നമ്മൾ ആ ഒരു ആപ്പിൽ കൂടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് മെയിനായിട്ടും ബാധിക്കുന്നത് ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യുമ്പോൾ, ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ്. അപ്പം ആൻഡ്രോയിഡ് ആപ്പിലൊക്കെ എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസിലും യൂണീക്ക് ആയിട്ടുള്ള ആൻഡ്രോയിഡ് അഡ്വർടൈസിങ് ഐ ഡി ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഐ ഡിയിൽ നമ്മുടെ എല്ലാ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആവും. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് ഈ സോണി എടുക്കുന്നുണ്ട്. അതനുസരിച്ച് ആ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, IP അഡ്രസ്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെയൊക്കെ ഈ ആപ്പ് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലോഡ് കണക്കിന് ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അത് അക്സെപ്റ്റ് ചെയ്യാതെ നമുക്ക് ആ ഒരു ആപ്പ് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം കണക്ട് ചെയ്യാനോ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് സൂക്ഷിച്ച് അക്സെപ്റ്റ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല. ചില ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, പക്ഷേ ചിലതൊക്കെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പെയറിങ്ങിലേക്ക് വരാം. ഇപ്പോൾ പെയറിംഗ് മോഡിൽ വരുമ്പോൾ നമ്മുടെ ആ ഒരു ബട്ടൺ ഓണാക്കിയാൽ ഓൺ ബട്ടണിൻ്റെ അവിടെ നീല ലൈറ്റിന് ബ്ലിങ്ക് ചെയ്യും. ഓട്ടോമാറ്റിക്കലി അവിടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, അവിടെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വിഷയങ്ങളുണ്ട്. ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പരിപാടികളും ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഒരു ഫീച്ചർ ഉണ്ട്, അഡാപ്റ്റീവ് സൗണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ. അതായത് ഇപ്പം നമ്മൾ ഇരിക്കുവാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാവും, നമ്മൾ നടക്കുവാണെങ്കിൽ ആംബിയൻറ്റ് മോഡാണ്, നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മോഡുണ്ട്, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാവും. അത് ട്രാക്ക് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ലൊക്കേഷൻ ബേസ്ഡ് ആണ്. നമ്മളിപ്പം നടക്കുവാണോ നീങ്ങുവാണോ എന്നൊക്കെ ട്രാക്ക് ചെയ്തിട്ടാണ് അത് വർക്ക് ആകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ലൊക്കേഷൻ ബേസ്ഡ് സംഭവങ്ങൾ ഓൺ ആക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ആപ്പിൽ കുറേയധികം അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈക്വലൈസേഴ്സ് വരുന്നുണ്ട്. ഈക്വലൈസേഴ്സ് നമുക്ക് ഇപ്പോൾ നിങ്ങളൊരു ഓഡിയോ ട്യൂണർ, ഓഡിയോ ഒറിജിനലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ബേസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പല മോഡ്സ് ഉണ്ട്, സ്പീച്ച്, വോക്കൽ, ബേസ് ബൂസ്റ്റ്, അതുപോലെ ട്രിബിൾ, അങ്ങനത്തെ കാര്യങ്ങൾ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ തെറ്റ് വയ്ക്കാം. പിന്നെ ഈ ഒരു ഹെഡ് ബാൻഡിൽ നമുക്ക് 2 ഡിവൈസസിൽ ഒരേ സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അതും കുറച്ച് വിഷയമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ താഴത്തെ ആ ഒരു സെറ്റിങ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പുതിയ സംഭവം പെയർ ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഡിവൈസിൽ പാട്ട് കേൾക്കുന്ന സമയത്ത് വേറൊരു ഡിവൈസിൽ കോൾ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് 2 രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. സൗണ്ട് ക്വാളിറ്റിക്ക് വേണമെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേബിൾ കണക്ഷന് വേണ്ടി നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യണമെങ്കിൽ മെയിനായിട്ടും ബ്ലൂടൂത്തിൻ്റെ ആ ഒരു റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷേ നല്ല രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അതായത് ക്വാളിറ്റി സൗണ്ട് ആയിരിക്കും ആ ഒരു ഹെഡ്ഫോൺസിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റേബിൾ കണക്ഷൻ ആണെങ്കിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ചും കിട്ടും. പക്ഷേ ഓഡിയോ ക്വാളിറ്റിയിൽ ചെറിയ രീതിയിൽ ഡിഫറൻസ് വരും. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ അറിയില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു റിഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഓഡിയോ ചെറുതായിട്ട് കംപ്രസ് ആവുന്നുണ്ട്. പിന്നെ സോണിയുടെ DSCE എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഇപ്പം പഴയ ലോ ക്വാളിറ്റി ഓഡിയോസൊക്കെ അപ്സ്കെയിൽ ചെയ്തിട്ട് കേൾക്കുന്ന ഒരു പരിപാടിയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ആപ്പിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രംവെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. നമുക്കത് ഓട്ടോ അപ്ഡേറ്റ് ആയിട്ട് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ആപ്പിൽ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആപ്പിൽ തന്നെ നമുക്ക് 2 ഡിവൈസിലൊക്കെ കണക്ട് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ടോഗിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ആ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ഒരു നോയിസ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ആംബിയൻറ്റ് മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് നോയിസ് ക്യാൻസലേഷനും ആംബിയൻറ്റും അതുപോലെ ഓഫും ആണ് അവിടെ ഉള്ളത്. ഇതിനകത്ത് നമുക്ക് ആ ഒരു നോയിസ് ക്യാൻസലേഷനും ആംബിയൻറ്റ് മോഡും ഓൾറെഡി ടിക്കഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആവും, അടുത്ത പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആംബിയൻറ്റ് മോഡായിട്ട് മാറും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനിയിപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാർജിങ് എടുക്കുക ഏകദേശം 3.5 hours ഒക്കെ എടുക്കും. ചാർജിങ് ഫുൾ ആയി കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, സാധാരണ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓറഞ്ച് ഇൻഡിക്കേഷൻ ആയിരിക്കും കാണാം, അങ്ങനത്തെ പരിപാടി. അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ടിട്ടാണ് ഇരിക്കുന്നെങ്കിൽ 80-70 വരെ എത്താനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് 80-70 ആവുന്നുണ്ട്. കാരണം നോയിസ് ക്യാൻസലേഷൻ അത്യാവശ്യം ബാറ്ററി ഹെവി ആയിട്ടുള്ള പരിപാടിയാണ്. അല്ലാത്തപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബാറ്ററി ലൈഫിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരു 70 മുതൽ 50 വരെയൊക്കെ നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ലൈഫ് ANC അല്ലെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആണെങ്കിൽ നൈസാണ്. ഓൺ ആണെങ്കിൽ നോക്കണ്ട,
അധികം റേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കാര്യം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ ആയിട്ട് ആപ്പിൽ വരുന്ന ഫീച്ചേഴ്സും കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളിലേക്ക് വരാം. കാരണം എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഇതിലും അത്യാവശ്യം പ്രശ്നങ്ങളുണ്ട്. പെയറിംഗ് ആണ് ഫസ്റ്റ് വിഷയം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സാധനം മേടിച്ച് ഫസ്റ്റ് ടൈം പെയർ ചെയ്യണമെങ്കിൽ എന്തായാലും സോണി സൗണ്ട് കണക്ട് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടേ നിങ്ങൾക്ക് ആ ആപ്പിലൂടെ തന്നെ ആകണം, അല്ലെങ്കിൽ ആ ആപ്പിലൂടെ ആ ഒരു സെറ്റിങ്സിലൂടെ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത്തെ ആ ഡിവൈസും കണക്ട് ചെയ്യാൻ പറ്റൂ. അത് ഏറ്റവും ഒരു അനോയിങ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. കാരണം കുറേയധികം ഡാറ്റ കളക്ഷനും അതുപോലെ തന്നെ കുറേയധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കുറേ ട്രാക്കിങ്, കുറേ ഡാറ്റ നമ്മുടെ നിന്ന് പോകുന്നു, പേഴ്സണൽ ഇൻഫർമേഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആപ്പ് കുറച്ച് വിഷയമാണ്. iOS-ലേക്ക് വരുമ്പോൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഐ ഡി അങ്ങനത്തെ പരിപാടികൾ എടുക്കുന്നില്ല, പക്ഷേ അവർ വേറെ നോട്ടിഫിക്കേഷൻ രീതിയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ഡിവൈസിലേക്ക് പെയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ഡിവൈസിൽ അത് യൂസ് ചെയ്യണമെങ്കിൽ ആപ്പ് എന്തായാലും ഡൗൺലോഡ് ചെയ്യണം. അല്ലാതെ ബ്ലൂടൂത്ത് മോഡ് വെച്ചത് സാധാരണ രീതിയിൽ നമ്മൾ പുതിയ TWC അല്ലെങ്കിൽ വേറെ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യുന്ന പോലെ ഒറ്റയടിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് വന്നൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അതൊക്കെ സെറ്റപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആപ്പ് ഡിലീറ്റ് ചെയ്യാനും വലിയ പ്രശ്നമില്ല, കാരണം ഓൾറെഡി കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം ഇനിഷ്യലി സാധനം കണക്ട് ചെയ്യണമെങ്കിൽ എന്തായാലും ആപ്പ് വേണം. അതല്ല പിന്നെയും ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് റീകണക്ട് ചെയ്യണമെങ്കിൽ ആപ്പിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആ ഒരു പെയറിംഗ് പ്രോസസ്സ് മാത്രമേ ഒരു വിഷയമുള്ളൂ. പിന്നെ അങ്ങോട്ട് നമ്മൾ ഹെഡ്ഫോൺ ഓൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് കണക്റ്റ് ആവും. പക്ഷേ കണക്ഷൻ ആവാൻ ഒരു അത്യാവശ്യം 5-6 സെക്കൻഡ് വെയിറ്റ് വരുന്നുണ്ട്. അപ്പം അതൊരു പ്രശ്നം ഇതിൻ്റെ കൂടെ പറഞ്ഞതുള്ളൂ. പിന്നെ ഫിറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കുറച്ചൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹെഡ് ബാൻഡ് അത്യാവശ്യം ഹാർഡാണ്. അതായത് അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു കുഷനിങ് അത്യാവശ്യം ഒരു ഹാർഡ് ആയതുകൊണ്ട് തന്നെ ഡ്യൂറബിളാണ്, പക്ഷേ ഹാർഡ് ആയതുകൊണ്ട് ലോങ് അവർ വയ്ക്കുമ്പോൾ ചെവിയിലല്ല പ്രശ്നം വരുന്നത്, നമ്മൾ ഈ തലയുടെ ഇവിടെ ഒരു പ്രഷർ, നമുക്കൊരു അസ്വസ്ഥത പോലെ വരും. ഓക്കെ, അതിപ്പോൾ ലോങ് അവർ യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വരാം. പിന്നെ ഓവർ ഹെഡ് ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഈ വിയർപ്പ്, അതായത് ചെവി ഇങ്ങനെ മൊത്തം അടഞ്ഞിരിക്കുന്നുണ്ട്, ആ ചെവിക്കൊരു അസ്വസ്ഥത നിൽക്കുന്നുണ്ടാവും. പക്ഷേ അത് കുറേ നാൾ ഉപയോഗിച്ചാലുള്ള അതിൻ്റെ ആ ഒരു ക്ഷീണം തീരുള്ളൂ. അപ്പം ഇനിഷ്യലി യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തായാലും ഇതിൻ്റെ ആ ഒരു ഹെഡ് ബാൻഡ് അത്യാവശ്യം ഡ്യൂറബിൾ ആയതുകൊണ്ട് ആ ഒരു കംഫർട്ട് ഹെഡ് ബാൻഡിൻ്റെ അവിടെ, അതായത് ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം ടൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അവിടെ നമുക്ക് ഒരു സ്ലൈഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് ചെയ്താൽ ഇതിങ്ങനെ താഴ്ന്നു പോകും. ഓക്കെ, നമ്മുടെ താഴേക്ക് ഇങ്ങനെ വരുന്ന ഒരു എഫക്റ്റാണ് വരാം. ഇനിയിപ്പം ലേറ്റസ്റ്റ് ഇഷ്യൂസ് ഗെയിമിങ്ങിന് വേണ്ടി ബെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഇത് ഗെയിമിങ്ങിന് വേണ്ടി ബെസ്റ്റ് അല്ല ബ്ലൂടൂത്ത് വഴി യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, മറ്റേ ആ ഒരു പൂവർ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേബിൾ കണക്ഷൻ ഓപ്ഷൻ ഓണാക്കിയിട്ടാലും ഗെയിമിങ്ങിനത് അത്ര നല്ലതല്ല. കാരണം ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കി, വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ലാഗ് വരുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോഴും നമുക്ക് ആ ഒരു സെക്കൻഡിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓക്സ് കേബിൾ കണക്ട് ചെയ്തിട്ട് വയേർഡായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നോയ്സ് ക്യാൻസലേഷനും ആംബിയൻറ്റ് മോഡൊക്കെ അത്യാവശ്യം വലിയ ഒരു സുഖമായിട്ട് തോന്നിയില്ല. നോയ്സ് ക്യാൻസലേഷൻ അത്ര പോരാ. ഓക്കെ, എന്തായാലും ഞാൻ തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. ആംബിയൻറ്റ് നോയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ കേൾക്കുന്നതാണ് ആ ഒരു ഫീച്ചർ. അപ്പോൾ അവിടെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. നമുക്കിപ്പം ഫുൾ ഇടണോ അല്ലെങ്കിൽ കുറച്ചിടണോ എന്നൊക്കെ അങ്ങനെയും നമുക്ക് ഫിൽറ്റർ ചെയ്യാം. അത് ഓൾറെഡി നമുക്ക് വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം സീലിംഗ് ഉണ്ടെങ്കിലും പുറത്ത് കിടക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റും. ആംബിയൻറ്റ് മോഡ് ആകുമ്പോൾ നമുക്ക് അത്രയും കൂടി ആംപ്ലിഫൈ ചെയ്ത് കേൾക്കാൻ പറ്റും. നോയ്സ് ക്യാൻസലേഷൻ ആകുമ്പോൾ നമുക്ക് ഒരു അടഞ്ഞ സൗണ്ട് ഉണ്ടെങ്കിലും ഒരു അവിടെ ഇവിടെയും പൊട്ടലും ചീറ്റലൊക്കെ നമുക്ക് ഇടയ്ക്ക് കേൾക്കാൻ പറ്റും. അപ്പം നോയ്സ് ക്യാൻസലേഷൻ അത്ര വെടുപ്പല്ല ഈ ഒരു ഹെഡ്ഫോണിൽ. പിന്നെ ഈ ആപ്പിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, 360 ഓഡിയോ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വേറെ കുറേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് നിങ്ങൾക്ക് ആ ഒരു ആപ്പിൽ കാണാൻ പറ്റും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളിപ്പം യൂട്യൂബിൽ കയറിയിട്ട് സോണി 360 ഓഡിയോ മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, ഡെമോ വീഡിയോ ഉണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഈ സാധനം വെച്ചിട്ട് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അവരവിടെ സൗണ്ട് ബാർ വെച്ചിട്ടാണ് ചെയ്യുക. നമുക്ക് ആ ഒരു സെയിം എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ആ ഒരു ഹെഡ്ഫോണിൽ കേൾക്കാൻ പറ്റും. ആ ഒരു വോക്കൽസും അതുപോലത്തെ അങ്ങനത്തെ ആ സൗണ്ടൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കേൾക്കുന്നത് നല്ലതായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ആണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 360 ഓഡിയോ സപ്പോർട്ട് ചെയ്ത ഓഡിയോകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അത് ഫീൽ ചെയ്യും. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓഡിയോ ഉള്ള സിനിമകൾ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങളുടെ വേറെ ടൈപ്പ് ഹെഡ്ഫോൺസോ ഇയർബഡ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളുടെ ആ ഒരു ഹെഡ്ഫോൺ 360 അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിലത്ത് എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഓഡിയോ ക്വാളിറ്റി വരുന്നത്. നമ്മുടെ നല്ലൊരു ഉറക്കെ പറയുവാണെങ്കിൽ നല്ല ഓഡിയോ ഔട്ട് കിട്ടും. പിന്നെ അപ്പോൾ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഹെഡ്ഫോൺ, അതായത് സോണിയുടെ WHC H720N
വർത്താണ് അല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോണിയുടെ ആ ഒരു സ്പീക്കർ സിസ്റ്റത്തിലൊക്കെയുള്ള ആ സെയിം ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3D എഫക്റ്റിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സിനിമ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് നൈസായിട്ട് ഈ ഒരു ഹെഡ്ഫോൺ നടക്കും. പക്ഷേ ഇതിനകത്ത് നടക്കാത്തൊരു കാര്യം മറ്റേ ആ ഒരു നോയ്സ് ക്യാൻസലേഷനാണ്. ഇപ്പം മെയിനായിട്ട് നിങ്ങളൊരു നോയ്സ് ക്യാൻസലേഷൻ, അതായത് മെയിനായിട്ട് ഔട്ട്ഡോറിൽ യൂസ് ചെയ്യാനാണ് നോയ്സ് ക്യാൻസലേഷൻ മെയിനായിട്ട് മസ്റ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു സാധനമല്ല. കാരണം നോയ്സ് ക്യാൻസലേഷൻ വർക്കാവും, പക്ഷേ ഇതൊരു ആവറേജ് ആണ്. അതായത് നമുക്ക് ഭൂരിഭാഗം സമയത്തും അധികം നോയ്സ് ഒന്നും അകത്ത് വരുന്നില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അത് കുറച്ച് കഷ്ടപ്പാടാണ് അത് കേട്ട് നിൽക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് അല്ല ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ. അപ്പോൾ ഇനി നിങ്ങളുടെ തീരുമാനമാണ് ഇത് എടുക്കണോ വേണ്ടയോ എന്ന്. കുറച്ച് നാൾ വരെ ഓഫർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓഫർ ഇല്ല. ഇപ്പം ഏകദേശം 10,000 രൂപയ്ക്ക് താഴെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു ഓവർവ്യൂ എനിക്ക് പറയാനുള്ളത് ആ ഒരു ഹെഡ്ഫോണിനെ പറ്റി. സോണി നല്ലൊരു പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നോയ്സ് ക്യാൻസലേഷൻ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പിൻ്റെ ആ ഒരു കണക്ഷൻ മാറ്റിയിട്ട് സാധാരണ രീതിയിൽ പെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയും ഇനി വരുന്ന എല്ലാ ഹെഡ്ഫോൺസിനും കൊണ്ടുവരികയാണെങ്കിൽ വിഷയമായിരിക്കും. അപ്പോൾ നമുക്ക് ആപ്പിനെ അധികം സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, കാരണം ജസ്റ്റ് കണക്ട് ചെയ്യാനും ആപ്പ് വേണമെന്ന് പറയുമ്പോൾ അത് കുറച്ച് അനോയിങ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇനിഷ്യലി ആ ഒരു പെയറിങ് സെറ്റപ്പ് മാത്രമേ ഒരു വിഷയമുള്ളൂ. പിന്നെ വൺസ് നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.